സോ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന 2014 മോഡൽ ഫോർച്യൂണർ ആയിട്ടാണ്. അതായത് ടൈപ്പ് 2 വേരിയൻറ്റിൽ വരുന്ന 2014 മോഡൽ ഫോർച്യൂണർ. സോ ഇതാണ് നമ്മളുടെ മോഡൽ. സിൽവർ കളറിലപ്പം നിൽക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ വണ്ടി എടുത്തത് വന്നിട്ട് ഉത്തർപ്രദേശ് ഡയറക്റ്റ് നമ്മൾ അങ്ങോട്ട് പോയി ഒരു കസ്റ്റമറുടെ കയ്യിൽ വീട്ടിൽ പോയി നമ്മൾ സംസാരിച്ച് നല്ലൊരു ഡീലിലെത്തി. നമ്മൾ അവിടെ നിന്ന് ബാർഗെയിനൊക്കെ ചെയ്ത് നല്ലൊരു കസ്റ്റമർ ടു കസ്റ്റമർ ഇൻട്രാക്ഷൻ ഒരു ഫാമിലിയിലോട്ട് പോയിട്ടാണ് ഈ വണ്ടി വന്നിട്ട് നമ്മൾ എടുത്തിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ രജിസ്ട്രേഷൻ വന്നിട്ട് KL70 ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ നാട് വരുന്നത് പാലക്കാട് ചിറ്റൂരാണ്. സോ ചിറ്റൂർ ആപ്റ്റൂരിലോട്ട് നമ്മൾ മാറ്റിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 to 4 months ആയി. ഓക്കെ, 2014 വണ്ടിയുടെ മാനുഫാക്ചറിങ് വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ സിൽവർ കളറിലാണ് വണ്ടിയുടെ കളറ്. KL70 കേരളോട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു. സോ വണ്ടിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, 1,90,000 കിലോമീറ്റേഴ്സാണ് കറൻ്റ്ലി വണ്ടി വന്നിട്ട് ഇപ്പോൾ ഓടിയിരിക്കുന്നത്. ഓക്കെ, സോ ഈ 1,90,000 ഇപ്പോൾ നിലവിലത്തെ സ്റ്റാറ്റസാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ റിവ്യൂ എന്നുള്ള കണക്ക്. കാരണം ഫോർച്യൂണറിനെ കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരുപാട് പേരുടെ ഡ്രീമാണ്. ഒരുപാട് ആൾക്കാർക്ക് എന്നെക്കാളും ചിലപ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിട്ട് പറയാൻ പറ്റും ഈ വണ്ടി എന്താണെന്ന്. സോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചെക്കൻ എന്താണ്, ഈ വാഹനം എത്രയ്ക്കാണ് നമ്മൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താ പറയുക, ഇതിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ്, അതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്യും. സോ നമുക്ക് വണ്ടിയിലോട്ട് വരാം. സോ നമ്മളുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ എക്സ്ട്രാ ആയിട്ടൊരു സാധനം നമ്മൾ ബമ്പർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ടയേഴ്സ് നിന്ന് ആദ്യം തുടങ്ങാം. കാരണം സെക്കൻഡ് കാർ വാങ്ങുന്ന ആരാണെന്നുണ്ടെങ്കിലും ആദ്യം ചിന്തിക്കുന്ന കാര്യം ടയേഴ്സാണ്. സോ പിരലയുടെ ടയേഴ്സാണ് ആദ്യം അതിൽ കിടക്കുന്നത്. എബൌട്ട് ഒരു 60 to 70% ഇനിയും നമുക്ക് വന്നിട്ട് എന്താ പറയുക, ഇനിയും റൺ ആവാനുണ്ട്. ഓക്കെ, സോ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫുഡ് പാക്ക് ഇതെല്ലാം നമ്മൾ ഒറിജിനൽ തന്നെയാണ്. ഇതിൽ യാതൊരു വിധം ഒന്നും ചെയ്തിട്ടില്ല. ഒരു റെയിൻ ഗാർഡ് വന്നിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഏതും തന്നെ അങ്ങ് പെയിൻറ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ക്ലാഡിങ്ങിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ഏതും വന്ന് ഡള്ളായിട്ടില്ല. എന്താ പറയുക, ഒരു 2014 മോഡൽ വെച്ച് കണക്കാക്കുന്ന സമയത്ത് ഏകദേശം 10 വർഷത്തോളം ആയിട്ടുണ്ട് വണ്ടി ഇപ്പോൾ റോട്ടിൽ ഇറങ്ങിയിട്ട്. സോ ഇപ്പോൾ നിലവിൽ ഡള്ള് അല്ലെങ്കിൽ ഒരു പെയിൻറ്റ് പോകുന്ന രീതിക്കായിട്ട് ഇപ്പോൾ വണ്ടിയുടെ നിലവിൽ ഏതുമില്ല. ലൈക്ക് ഇൻക്ലൂഡിങ് ദ അലോയ്സിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, റിയർ സെക്ഷൻ ടയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എബൌട്ട് ഒരു 30 to 40% ഇനി ഓടത്തുള്ളൂ. അതായത് മാറ്റേണ്ട സമയം ഇപ്പോൾ അതിക്രമിച്ചിട്ടില്ല. ത്രെഡ് കംപ്ലീറ്റ്ലി തീർന്നിട്ടില്ല. അപ്പോൾ ത്രെഡ് തീരാന്നുള്ള ഒരു അവസ്ഥയിലോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഞങ്ങളത് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ റിയർ സൈഡ്. സോ നമ്മൾ റിയർ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ നമ്മൾ ഫ്രണ്ടിലെ പോലെ ബമ്പർ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ആകെ ഉള്ളത് ഈ ഒരു എലമെൻറ്റ് മാത്രമാണ്. ഈ ടൊയോട്ട എന്നുള്ളൊരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഇവിടെ ഈ ഡിക്കിയിൽ നിന്ന് കുറേ സാധനങ്ങളെടുത്ത് പുറത്തേക്ക് വെക്കുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വെക്കുന്ന എലമെൻറ്റ്. ഓക്കെ, സോ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടെയിൽ ലൈറ്റ് വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു ബ്രോക്കൺ സ്റ്റേജിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ ഇത് അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ ഇതൊരു പൊട്ടിയ പോലെ ഒരു കണ്ടീഷനായിരുന്നു. കാലപ്പഴക്കം കൊണ്ട് പൊട്ടിയതാവാം, മേ ബി ലൈക്ക് ഒരു ചിലപ്പോൾ എന്തെങ്കിലും പൊട്ടിയതാവാം, പൊട്ടൽ പല കാര്യത്തിലും വരും. ഓക്കെ, സോ നമ്മളത് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ അമാന ടൊയോട്ടയിൽ വന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തതാണ്. ഇത് ബുക്കിംഗ് കൊടുത്തിട്ട് നമ്മൾ ഓർഡർ കൊടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷേ ഓർഡർ സാധനം വന്നത് വന്നിട്ട് 2015 മോഡൽ ടൈപ്പ് 2 ഫോർച്യൂണറിൽ വരുന്ന ആ ഒരു ബ്ലാക്ക് എലമെൻറ്റ് വരുന്ന പോലത്തെ ഒരു ടൈൽ ലൈറ്റ് ഇതിലുണ്ട്. ഓക്കെ, സോ ഇതിപ്പോൾ ക്രോമാണ് കിടക്കുന്നത്. ഇതിൻ്റെ ബ്ലാക്ക് എന്താ പറയുക, ഒരു ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് വരുന്നൊരു ടൈൽ ലൈറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതായിരുന്നു വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും കൊടുക്കാൻ നിന്നില്ല. ഇനിയിപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ബയേഴ്സ് ആരെങ്കിലും വരിക എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി വർക്കിംഗ് ഫൈൻ. ഓക്കെ, ഇത് കേടുപാടുകളൊന്നും വന്നിട്ടില്ല, വയറിങ്ങൊന്നും വന്നിട്ടില്ല, ജസ്റ്റ് ഒരു ക്രാക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളുടെ അടുത്ത് ബയേഴ്സ് വന്ന സമയത്ത് ഇതൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് നമ്മളത് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ ബാക്കിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെയാണ് കണ്ടീഷൻ. പ്രത്യേകിച്ച് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൻഡ് സ്റ്റെപ്പിനിയുടെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു 30%, ഒരു 20 to 30% ത്രെഡുള്ളൊരു സ്റ്റെപ്പിനാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കിനിയിപ്പോൾ ഇതേ ഭാഗത്ത് ഈ വശങ്ങളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും സെയിം ആസ് ആ ഒരു വശത്ത് വരുന്ന അതേ ഡീറ്റെയിൽ തന്നെയാണ് ഇങ്ങോട്ടും പറയാനുള്ളൂ. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, സോ നമുക്കിനിയിപ്പോൾ ഒരു കാര്യം, നമുക്ക് നമ്മുടെ എൻജിൻ റൂമും കാര്യങ്ങളും വന്നിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് എൻജിൻ സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ നമുക്കപ്പോൾ എൻജിൻ റൂം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇച്ചിരി പാടാൻ തൂക്കാൻ വെയിറ്റ് ഭയങ്കര കൂടുതലാണ്.
അത് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ടൈപ്പ് 2 ടൈപ്പ് 1 ഫോർച്യൂണറിൻ്റെ എന്താ പറയുക വെയിറ്റ് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു ആസ് കമ്പയർഡ് ടു പുതിയ മോഡൽ എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, സോ നമ്മളുടെ എഞ്ചിൻ റൂമിൽ നമുക്ക് ആദ്യം ബാറ്ററിയെ കുറിച്ച് പറയാം. അമറോണിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്, പുതിയ ബാറ്ററി തന്നെയാണ്. ഓക്കെ, സോ എഞ്ചിൻ റൂം നിങ്ങൾക്ക് വന്നിട്ട് കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കിടക്കുന്നത്. ഓക്സിലറി ലൈറ്റ്സ് വന്നിട്ട് എക്സ്ട്രാ ഇതിൽ വന്നിട്ട് LED ലൈറ്റ്സ് ഇതിൻ്റെ മുൻപത്തെ ഓണർ വന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ചെയ്തു. എല്ലാം വന്നിട്ട് പ്ലഗ് ആൻഡ് പ്ലേ പോലെ ചെയ്തിരിക്കുന്നതാണ്. ഏതും വന്നിട്ട് വയർ വന്നിട്ട് ഷോർട്ട് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി നമ്മൾ thoroughly നമ്മളിവിടെ കൊണ്ടുവന്ന് പാലക്കാട് ഓതറൈസ്ഡ് ആയിട്ടുള്ള അമാന ടൊയോട്ടയിൽ വന്നിട്ടാണ് നമ്മളിതെല്ലാം വന്നിട്ട് ചെക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ കൊണ്ടുവന്ന ശേഷം വന്നിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക ഒരു ജെന്യൂൻ ചെക്കപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ഓയിൽ ഫിൽറ്റർ നെസസറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഒരു മേജർ സർവീസിനെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ AC ഫിൽറ്റർ, അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ, ഡീസലിൻ്റെ കാര്യങ്ങൾ, ഡീസൽ പമ്പ് ക്ലീനിങ്, കംപ്ലീറ്റ്ലി എവറിത്തിങ് നമ്മൾ വന്നിട്ട് ഇതിൽ വന്നിട്ട് ഷോറൂമിൽ കൊണ്ടുവന്ന് നമ്മൾ എല്ലാം വന്നിട്ട് റീഅസംബിൾ ചെയ്ത് അന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിൻ്റെ ഡീറ്റെയിൽസ് പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ കിടക്കുന്ന രീതി അങ്ങനെയാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ വന്നിട്ട് റൂട്ട്സിൻ്റെ 2 ഹോണാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കമ്പനി വരുന്ന ആ ഒരു ടിപ്പിക്കൽ ടൊയോട്ട, ഇന്നോവ, അതേപോലെ തന്നെ ഫോർച്യൂണറിൻ്റെ ഹോണും അതും ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ റൂട്ട്സിൻ്റെ 2 സ്റ്റീൽ ഹോണും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിനി വന്നിട്ട് നമ്മളുടെ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നത് എഞ്ചിൻ്റെ സൗണ്ട് കേൾക്കണം അല്ലേ. നോർത്ത് നിന്ന് എടുത്ത വണ്ടിയാണ്, എഞ്ചിൻ സൗണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും. സോ ഓക്കെ, സോ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സോ നമുക്കൊന്ന് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് റെവ് ചെയ്യാം. ഓക്കെ, ഒന്ന് റെവ് ചെയ്താൽ വണ്ടി ഓഫ് ആയിക്കോ. സോ ആ ഒരു ടർബോയുടെ സൗണ്ട് അത് ഈ എന്താ പറയുക ഫോർച്യൂണറിൻ്റെ കേൾക്കുമ്പോൾ തന്നെ എന്ത് രസമല്ലേ, ആ ഒരു ബൂം ബൂം ബൂം. ഓക്കെ, സോ അപ്പോൾ അതാണ് നിലവിലെ എൻജിൻ്റെ സ്പെസിഫിക്കേഷൻ. നിലവിൽ എനിക്ക് എന്താ പറയുക അത്ര ഗ്യാരണ്ടി വരുത്തിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വണ്ടി ഇവിടേക്ക് കൊണ്ടുവന്നത്. സോ ഈ വണ്ടി അങ്ങനെ തറോലി പോയി ചെക്ക് ചെയ്ത് അവിടുത്തെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഷോറൂമിൽ പോയി വണ്ടി കംപ്ലീറ്റ്ലി, അതായത് ഇപ്പം നമ്മളെപ്പോലെ തന്നെ നിങ്ങൾക്കും എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഭൂരിഭാഗം ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു റാമ്പിൽ കയറ്റി നിർത്തിയിട്ട് അടിഭാഗം ചെക്ക് ചെയ്യുക. പുറമേ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്ത് തറോലി ചെക്കപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി ഒന്ന് കൊണ്ടുപോയി. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നില്ല. എന്നെക്കാളും ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ മേ ബി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് വണ്ടിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇൻറ്റീരിയർ ഓക്കെ, സോ നമുക്ക് ടിപ്പിക്കൽ നമുക്ക് ആ ഒരു എന്താ പറയുക SUVs കയറി നമ്മുടെ ഈ ഒരു ഭാഗത്തെല്ലാം പിടിച്ച് ഫുഡ് റെസ്റ്റിൽ ഇപ്പോൾ ചവിട്ടി. ഓക്കെ, സോ അപ്പോൾ ഇൻറ്റീരിയറുടെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒന്നും തന്നെ മാറ്റിയിട്ടില്ല. ഇതിലാകെ മാറ്റിയിട്ടുള്ള ഒരു മാറ്റം എന്നുള്ള രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ശ്രദ്ധിക്കാം, ഒരു സ്റ്റിയറിംഗ് കവർ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഗിയർ നോബും ഇത് അവർ എന്താ പറയുക അവർ ഒരു എക്സ്റ്റേണലി കൊടുത്തൊരു കാര്യം. കാരണം അതിൽ ഗിയർ നോബിൽ വന്നിട്ട് ഒന്നും ഇതെങ്ങനെ ഗിയറിൻ്റെ പാറ്റേൺ ഒന്നും വന്നിട്ട് ഇല്ല. പിന്നെ നമുക്കും അത് ഭയങ്കര ഇഷ്ടമായി തോന്നി, കാരണം ആ ഒരു ഗിയർ നോബ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, സോ അതുകൊണ്ട് നമ്മളതൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ട് നോർമൽ ടൊയോട്ടയിൽ വരുന്ന അതേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ്. ടച്ച് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്, പെർഫെക്റ്റ് കണ്ടീഷനിലാണ് അതും വന്ന് നിൽക്കുന്നത്. ഓക്കെ, സോ റൂഫിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിവിടെ കൊണ്ടുവന്ന് തറോലി വന്ന് കഴുകി എന്താ പറയുക ഇൻറ്റീരിയർ വാഷെല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ നിലവിൽ ഒരു 2014 റൂഫാണെന്ന് പറയത്തൊക്കെ തോന്നില്ല. വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഗ്ലോ ബോക്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് തിങ്സ് ഉണ്ട് ഇതിനകത്ത്. സോ കമ്പനി ഓറിയൻറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ സോ എന്താ പറയുക നമ്മളുടെ ഷോറൂമിൽ കയറിയിട്ടുള്ള പേപ്പേഴ്സ്, അതുപോലെ തന്നെ വണ്ടിയുടെ നമ്മുടെ ഹോണിൻ്റെ കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ എല്ലാം വന്നിട്ട് പക്ക വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണ്. ഏതും വന്നിട്ട് AC വെൻസ് ആണെങ്കിൽ പോലും എല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്ന കണ്ടീഷൻ തന്നെയാണ്. ഓക്കെ, സോ എല്ലാം പെർഫെക്റ്റ്. ഈ എന്താ പറയുക നമ്മളുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പോലും എല്ലാം വർക്കിംഗ് ആണ്. സ്വിച്ചസ് എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടെ നോക്കുമ്പോൾ ശ്രദ്ധിക്കും അറിയാം, എല്ലാം പക്ക വർക്കിംഗ് തന്നെയാണ്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ സീറ്റിൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു എന്താ പറയുക ഒരു വിളിച്ച പോലെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. സോ അത്രയേ ഉള്ളൂ. ഇല്ലാതെ ഒരുപാട് സീറ്റ് വന്നിട്ട് ഇതിൻ്റെ കുഷ്യനിങ് ഒന്നും വീക്കായിട്ടില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് മിക്ക ആൾക്കാരും കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു 2014 വണ്ടിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
വണ്ടി വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്തൊരു വണ്ടി ആയതുകൊണ്ട് ഓക്കെ. സോ നമുക്ക് ഇനിയിപ്പോൾ ഡോർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡോറിൻ്റെ ലെതേഴ്സ്, അതുപോലെ തന്നെ ആ ഒരു ഫയൽ പോക്കറ്റ് കാര്യങ്ങൾ വെക്കുന്ന അവിടെയാണ് സ്പീക്കേഴ്സ് എന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഇനിയിപ്പോൾ സ്ക്രാച്ചോ കാര്യങ്ങൾ നോട്ട് ഈവൻ എ സിംഗിൾ സ്ക്രാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു തരത്തിലും ഒരു ലൈറ്റ് എന്താ പറയുക കളർ ഫെയ്ഡ് ആവുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എക്സ്റ്റേണലി ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു താഴെ ഈ ഒരു ഭാഗത്ത് ചവിട്ടി കയറുന്ന ഭാഗത്ത് മിക്ക കാറുകളിലുള്ള ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് SUVs ഈ ഒരു ഭാഗത്ത് സ്ക്രാച്ച് വരുന്നത്. അവിടെ ആ ഫോർച്യൂണർ എന്നുള്ള എലമെൻറ്റ് കൊടുത്ത് അത് ബ്ലിങ്ക് ചെയ്ത് ഒരു ബ്ലൂ കളർ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്ന അതൊരു രസമായി തോന്നി, കാരണം രാത്രിയിലും നല്ല രസം. അതുപോലെ തന്നെ മാറ്റ് ഓക്കെ. സോ മാറ്റ് 4 ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഷോറൂം കണ്ടീഷനിലാണ് വണ്ടി ഇപ്പോൾ വന്നിട്ട്. ഷോറൂമിൽ എങ്ങനെയാണോ ഉണ്ടാവുക അതേപോലെ തന്നെയാണ് വണ്ടി വന്നിട്ട് ഇപ്പോൾ കിടക്കുന്നത്. നമുക്കിനി വന്നിട്ട് നമ്മുടെ സെക്കൻഡ് റോ ഭാഗത്തോട്ട് നമുക്ക് പോവാം. നമുക്ക് ബാക്കിൽ ഈ സീറ്റ് കംപ്ലീറ്റ്ലി ബാക്കിലോട്ട് അടുപ്പിച്ചാണ്. പിന്നെ ഞാനിത് ഒരുപാട് റിവ്യൂ കണക്കൊന്നും പറയുന്നില്ല, കാരണം ഒരുപാട് ആൾക്കാർക്ക് ഫോർച്യൂണറെ കുറിച്ച് അറിയാം. എന്നിരുന്നാലും നമ്മളുടെ ഒരു വാഹനത്തെക്കുറിച്ച് പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ റിവ്യൂ ആയിട്ട് വരുന്ന തെറ്റുകൾ വരും, ക്ഷമിക്കണം ഓക്കെ. സോ നമ്മളുടെ ഈ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ബാക്കിലോട്ട് ആക്കിയതാണ്. ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ സീറ്റാണ് ഓക്കെ. സോ അറിയാത്തവർക്കായിട്ട് പറയുകയാണ്, ഇത് കംപ്ലീറ്റ്ലി നമുക്ക് റിക്ലൈനിങ് ആണെങ്കിൽ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിലും എല്ലാം വന്നിട്ട് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഓക്കെ. സോ ഈ ഒരു സീറ്റ് കംപ്ലീറ്റ്ലി ഫ്രണ്ടിലോട്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മളുടെ മാറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇങ്ങനത്തെ കണക്ക് മാറ്റ് തന്നെയാണ് വരുന്നത്. അതായത് കമ്പനി ആദ്യം വന്നിട്ടുള്ള കാർപ്പറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് ഓക്കെ. സോ ഇവിടെയും ആ ഒരു ഫോർച്യൂണറിൻ്റെ ആ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തും കാണാം. സോ ഇനി തേർഡ് റോഡിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം ആസ് ഈ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ സീറ്റിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു ഭാഗത്തൊരു വിള്ളൽ പോലെ വന്നിട്ടുള്ളത് കാലപ്പഴക്കം കൊണ്ട് വന്നത് തന്നെയാണ് ഓക്കെ. സോ അപ്പോൾ അതൊക്കെയാണ് സീറ്റിൻ്റെ വിശേഷം. തേർഡ് റോഡിൽ നിങ്ങൾ വീഡിയോയിലോട്ട് നോക്കുന്ന സമയത്തും കാണാം അവിടുത്തെ പ്രശ്നം. അവിടെ പ്രത്യേകിച്ച് സീറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു തേർഡ് റോ എന്നുള്ളത് ആരും അങ്ങനെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. ഇൻഫാക്റ്റ് എനിക്ക് പോലും തേർഡ് റോ എന്നുള്ളൊരു കാര്യത്തിൽ ഇരിക്കുന്നത് വളരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. എനിക്ക് ഒന്നില്ലെങ്കിൽ ഫ്രണ്ട് സീറ്റിലിരിക്കണം അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യണം ഓക്കെ. സോ ഇതാണ് എൻ്റെ സീറ്റ് ഓക്കെ. സോ ആൻഡ് AC വെൻറ്റ്സ്. സോ നമുക്ക് ഇനി AC വെൻറ്റ്സ് കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാം പെർഫെക്റ്റ്ലി എന്താ പറയുക വർക്കിംഗ് തന്നെയാണ്. ആൻഡ് ഈ ഒരു AC വെൻറ്റ് മാത്രം ചെറുതായിട്ട് ഒരു ഷെയ്ക്ക് ഉള്ളിലോട്ട് ഉണ്ടാവുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു ബാക്കിലെ ടെയിൽ ലൈറ്റിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പോകുമ്പോൾ ഇതുകൂടി നമ്മൾ ശരിയാക്കി കൊടുക്കുന്നതായിരിക്കും. ആൻഡ് റിയർ കൂളിംഗ് ഫാനിൻ്റെ സ്വിച്ചസ് എല്ലാം അടിപൊളി വർക്കിംഗ് തന്നെയാണ് ഓക്കെ. സോ എന്താ പറയുക, പ്രത്യേകിച്ച് ഫയൽ പോക്കറ്റ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ വ്യത്യാസം വരുത്തിയിട്ടില്ല. ഉള്ള സാധനം അതുപോലെ തന്നെ അവർ വണ്ടി വാങ്ങിച്ച തൊട്ട് അവർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു ഓക്കെ. സോ നമുക്കിനി നമ്മളുടെ ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഓട്ടോമാറ്റിക് ഒന്നുമല്ല, മാനുവൽ തന്നെയാണ് Type 2 ഫോർച്യൂണറിൽ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു കാർപ്പറ്റിൻ്റെ കാര്യങ്ങളിൽ ഒരു എന്താ പറയുക ചെളി കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്താ പറയുക, വണ്ടിയുടെ ജെന്യൂനിറ്റി ബാധിക്കുന്ന രീതിക്ക് ഒന്നും അവർ ചെയ്തിട്ടില്ല. വണ്ടി വന്നതെങ്ങനെയാണോ അതുപോലെ തന്നെ. കാരണം ഇപ്പോഴും ഈ ഒരു കാർപ്പറ്റ് 10 വർഷത്തിന് ശേഷം ഈ കാർപ്പറ്റ് ഇതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ വണ്ടി അതുപോലെ കീപ്പ് ചെയ്ത വണ്ടി ആയതുകൊണ്ട് അത് മാത്രമാണ് ഇതിങ്ങനെ വന്നിട്ട് നിൽക്കാനുള്ള കാരണം. സോ നമ്മളുടെ എന്താ പറയുക സ്റ്റെപ്പിനിയുടെ ഭാഗത്താണെങ്കിൽ ടൂൾ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ അവർ യൂസ് പോലും ചെയ്തിട്ടുള്ളതാണ്. കാരണം അതിപ്പോഴും ഫാക്ടറിയിൽ കൊണ്ടുവന്ന കണക്ക് തന്നെയാണ് അത് വന്നിട്ട് ഇരിക്കുന്നത് ഓക്കെ. സോ നമ്മളത് പിന്നെ അനക്കിയിട്ടൊന്നുമില്ല സോ അപ്പോൾ അതാണ് ഇവിടെ. പിന്നെ ഓൾറെഡി പിന്നെ വേറൊരു കാര്യം കൂടെ ഫോർച്യൂണറിൽ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം തന്നെയാണ്, ഇവിടെ ഒരു ഓക്സിലറി ചാർജിങ്ങിൻ്റെ പോർട്ട് കൂടി ഉണ്ട് ഓക്കെ. സോ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിൽ ഈ ഒരു വശങ്ങളിൽ ഈ ഡിക്കിയുടെ ഈ ഒരു സ്പേസിൻ്റെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ വ്യക്തമാവും വണ്ടി എങ്ങനെ കീപ്പ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ വണ്ടിയുടെ നിലവിലെ കണ്ടീഷൻ. സോ ഇനിയിപ്പോൾ ഈ വണ്ടിയിൽ ഈ നമ്മളുടെ ഈ ഒരു വാഹനത്തിൽ ഓക്കെ അടഞ്ഞു ഫ്രെയിമിൻ്റെ സൗണ്ട് കേട്ടോ, വേറെ ഒന്നുമില്ല ഓക്കെ. സോ ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും 2014 എടുത്ത വണ്ടി ഇതുവരെയായിട്ട് ഒന്നും വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടുണ്ട്. വണ്ടിയുടെ റീപ്ലേസ്ഡ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കാരണം റീപ്ലേസ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും, കാരണം ഒരു 2014 മോഡൽ വണ്ടിയാണ് അല്ലേ. അപ്പോൾ 2014 മോഡൽ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വന്നിട്ട് വ്യത്യാസം ഉണ്ടാവും. സോ നമ്മളുടെ വിൻഷീൽഡ് വന്നിട്ട് റീപ്ലേസ്ഡ് ആണ്. ഈ ഒരു വിൻഷീൽഡ് എന്താ പറയുക, അങ്ങനെ ഡസ്റ്റ് കയറി ഒരു മങ്ങിയ പോലെ ആ ഒരു രീതിക്ക് കണക്കായപ്പോൾ ആ ഒരു ഷൈനിങ് എല്ലാം പോയി. കാരണം എതിരെ വാഹനം വന്ന് ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം ബ്ലർ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർ വന്നിട്ട് ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മറ്റുള്ള കണക്ക് പറയാമെന്നുണ്ടെങ്കിൽ സ്ക്രാച്ചസ് കാര്യങ്ങൾ വന്നിട്ട് ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും. അതായത് നമ്മളുടെ ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തോട്ട് വരുന്ന സമയത്ത് നമ്മളുടെ ഫെൻഡറിൻ്റെ അവിടെ ചെറിയ രീതിക്ക് ഒരു ഡെൻ്റ് ഉണ്ട്. ആൻഡ്
ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഈ ഒരു ഡോറിൻ്റെ അവിടെ ചെറിയൊരു ഒരു സ്ക്രാച്ച് ഉണ്ട്. ആൻഡ് സോ ഇതുപോലുള്ള കൊച്ചു എന്താ പറയുക, ഈ ഒരു ഭാഗത്തും ഒരു ചെറിയൊരു ഡെൻ്റ് ഉണ്ട്. സോ അത്ര മിനിമലായിട്ട്, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഡൽഹി അതുപോലെ നോർത്ത് ഓറിയൻറ്റഡ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്നൊരു വാഹനത്തിന് എന്തുമാത്രം ബോഡി വർക്ക്, എന്തുമാത്രം അതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാവുന്നത്. കാരണം നമ്മളും ആ ഒരു സ്ഥലങ്ങളിലോട്ടെല്ലാം ട്രിപ്പ് കാര്യങ്ങളെല്ലാം പോകുന്ന സമയത്ത് നമ്മളും ഒരുപാട് ഇൻഫാക്ട് കൊച്ചി അല്ലെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ കണക്ക് ഓടുന്ന വാഹനങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കൂടുതലായിട്ട് അറിയാം. ഇൻ ബാംഗ്ലൂർ എന്താ പറയുക, കൂടുതലും ബാംഗ്ലൂർ കണക്ക് വണ്ടികൾക്ക് വന്നിട്ട് കൂടുതലും നമുക്ക് ബോഡി ഷേപ്പ് കാര്യങ്ങൾ ഒട്ടും ഉണ്ടാവില്ല. കാരണം അത്രയും ഹൈ ട്രാഫിക്കിൽ പോകുന്ന ഒരു ഭാഗങ്ങളാണ്. സോ വണ്ടികൾക്ക് വന്നിട്ട് പ്രശ്നങ്ങളുണ്ടാവും, മുട്ടുതട്ടുണ്ടാവും. സോ കമ്മിങ് ബാക്ക് ടു പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വന്നിട്ട് ഇനി നമുക്കൊന്ന് കിടക്കാം. ഓക്കെ, സോ നമ്മളുടെ ഓണർഷിപ്പ് വന്നിട്ട് ഇപ്പോൾ കിടക്കുന്നത് വന്നിട്ട് 4th ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ട് കിടക്കുന്നത്. അതായത് നമ്മൾ 4th ഓണർഷിപ്പാണ്. ഓക്കെ, ഇതിനു മുമ്പ് ഇതിൻ്റെ ഓണർ വന്നിട്ട് ഇതിൻ്റെ ബ്രദറിൻ്റെ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ഒരു ജേണി എങ്ങനെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പോൾ 3rd ഓണറിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചത്. അതിപ്പോൾ നമ്മൾ 4th ഓണറിലാണ്, കേരള രജിസ്ട്രേഷനിലാണ് വാഹനം വന്നിട്ട് നിൽക്കുന്നത്. സോ അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം നമ്മൾ ഒരുപാട് വലുതായിട്ട് ലാഗ് ചെയ്ത് നിങ്ങൾക്ക് ആർക്കും ബോറടിപ്പിക്കാനായിട്ട് ഞാൻ എന്താ പറയുക ഉദ്ദേശിക്കുന്നില്ല. സോ നിങ്ങൾക്കൊരു വണ്ടിയെ കുറിച്ചും നമ്മളുടെ പേജിനെ കുറിച്ചും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. അതിനാണ് നമുക്ക് ഈ ഒരു വീഡിയോ നമ്മൾ ഡ്രോപ്പ് ചെയ്യാമെന്ന് വെച്ചത്. സോ അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. സോ ഈ ഒരു വാഹനത്തിൻ്റെ വില, ഇതിൻ്റെ കാര്യങ്ങൾ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്പറിലോട്ട് നിങ്ങൾക്ക് വന്നിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ട് നമ്മളപ്പോൾ കോളിലൂടെ അറിയിക്കുന്നതായിരിക്കും. സോ അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. സോ ദിസ് ഇസ് അശ്വന്ത് സൈനിങ് ഓഫ് ഫ്രം അവർ ചാനൽ. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ഓക്കെ, സോ until then, bye bye.